തിരക്കില്ലായിരുന്നു, ഒരു നല്ല വോയിസായിരുന്നു. അതുകൊണ്ട് എൻ്റെ എമിഗ്രേഷൻ്റെ പരിപാടികളെല്ലാം പെട്ടെന്ന് നടന്നു. അതുപോലെ മാത്യു, നമുക്കവിടെ പാർക്കിംഗ് കിട്ടില്ല. അതുകൊണ്ട് വണ്ടി കുറച്ച് ദൂരെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. നമുക്കവിടെ പറഞ്ഞാൽ പോയേക്കാം. ഇന്ന് മാത്യുവിൻ്റെ ഓറിയന്റേഷൻ ഡേ. തികച്ചും യാദൃച്ഛികമായി മാത്യു അവിടെ ഒരു മലയാളിയെ കണ്ടുമുട്ടുന്നു. എനിക്കൊരു പരിചയമുള്ള ആൻറ്റി അങ്കിളുണ്ട്. ഇപ്പം അവരുടെ ബേസിലുള്ള താമസം. കാലാവസ്ഥയോ ഇടയ്ക്ക് വിട്ടതല്ലോ, സെപ്റ്റംബർ അല്ലേ. ഇപ്പം നല്ല കാലാവസ്ഥ, നമുക്ക് പുറത്തോടൊക്കെ ഇറങ്ങി നടക്കാം. ഇപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, അതൊരു നല്ല കാലാവസ്ഥ ഇപ്പോൾ. എടാ നീ ഒന്ന് ഹോൾഡ് ചെയ്യും, ഞാൻ കോഫി മേടിക്കാൻ പോകും. I would like to have a coffee. Would you like to add anything to it? Do you have any options? Options? I mean, like, would you like to add some milk or cream? Yes, half water, half milk. How about 2 milk and 2 sugar? Okay, thank you. Sure. How would you like to pay today? I have a debit card. It should be ready on the other side. ഹലോ, എൻ്റെ അവിടെ ഒരു കോഫി മേടിക്കാൻ പോയിട്ട് ഞാൻ കോഫി കഴിക്കും. നോക്കട്ടെ എങ്ങനെയുണ്ട്. എൻ്റെ എന്ത് കയ്പുള്ള കോഫി, പഞ്ചസാര ഇട്ടില്ല ഇതില്, ഒന്നിനും കൊള്ളില്ല. എൻ്റെ ദൈവമേ, നാട്ടിൽ എത്ര പൈസയായത്. ഇവിടുത്തെ $2 എന്ന് വെച്ചാൽ നാട്ടിൽ 2 × 62 അത് നിന്റെ പേരെന്താ? എൻ്റെ പേര് മാത്യു. ബ്രോയുടെയോ? എൻ്റെ പേര് സാംസൺ. നീ നാട്ടിലെവിടെ? ഞാനോ? ഞാൻ നാട്ടിൽ വയനാട്ടിലാണ്. ഞാൻ മാനന്തവാടിയാണ്. ഓ, അപ്പോൾ നമ്മൾ അയൽവക്കാരല്ലേ. ഞാൻ ഈ ടേക്കിലാണ് വന്നത്. എത്തിയിട്ട് 2 ദിവസമായതേ ഉള്ളൂ. നിന്റെ സ്റ്റേ ഒക്കെ എവിടെയാണ്? എനിക്ക് പരിചയമുള്ള ഒരു ആൻറ്റി അങ്കിളുണ്ട് ഇവിടെ. തൽക്കാലം അവിടെ ബേസ്മെന്റില്ല, വീട് സെഞ്ചുറി പാർക്കിൻ്റെ അടുത്തായിട്ടാണ്. നിനക്കിപ്പോൾ എന്നാ പരിപാടി? ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇവിടുത്തെ ഓറിയന്റേഷൻ കഴിഞ്ഞാൽ വീട്ടിൽ പോകണം. അല്ലാണ്ട് എനിക്ക് പ്രത്യേകിച്ച് വേറെ പ്ലാൻസ് ഒന്നുമില്ല. നീ എൻ്റെ കൂടെ അപ്പുറത്തൊരു ഇന്ത്യൻ ഫെസ്റ്റ് ആണല്ലോ, നമുക്ക് ഡാൻസ് ഒക്കെ കണ്ടിട്ട്. അത് പിന്നെ നീ എന്താ ഇത്ര ആലോചിക്കുന്നു? ഫുഡൊക്കെ എന്താ, എന്തെങ്കിലും കഴിച്ചിട്ട്? Up next, we bring to you a taste from South India. Let's welcome them all to the stage. മാത്യുവിന്റെ അമ്മ ഒരു തികഞ്ഞ നാട്ടുമ്പുറത്തുകാരിയാണ്. അന്ന് ദൂരെ കാനഡയിൽ മകനെ കോളേജിലെ ആദ്യ ദിനത്തെപ്പറ്റി അറിയാൻ ആകാംക്ഷയോടെയാണ് അമ്മ മകനെ ഫോണിൽ വിളിക്കുക.
പിന്നീടല്ലോ ഞാൻ ഇന്നൊരു കോഫി കുടിച്ചു. എൻ്റെ അമ്മയെ എന്തൊരു കയ്പാ. ഇവിടുത്തെ $2 പക്ഷെ നാട്ടിലൊരു വലിയ പൈസ കേട്ടോ അത്. അയ്യോ, $2? പൈസയൊക്കെ നോക്കി തന്നെ ചെലവാക്കണേ. പിന്നീട് നീ കോളേജിൽ പോയില്ലേ? ആ അമ്മ ഇന്ന് കോളേജിൽ പോയാലും ഇന്ന് ഓറിയന്റേഷൻ ആയിരുന്നു. അമ്മ അതിൻ്റെ ഇടയ്ക്ക് ഒരു മലയാളി പരിചയപ്പെട്ടു. അവന്റെ പേര് സാംസൺ. അവൻ എൻ്റെ സീനിയറാണ്. നമ്മുടെ കൂട്ടുകാരോടാ? നീ എല്ലാവരും കണ്ണടച്ചാന്ന് വിശ്വസിക്കുന്ന പുതിയ സ്ഥലമൊക്കെയല്ലേ? അല്ല, നിന്റെ പാർട്ട് ടൈം ജോലിയുടെ കാര്യം എന്തായി? ഓ അമ്മ എപ്പോൾ വിളിക്കുമ്പോഴേക്കും ചോദിക്കില്ലേ, അതൊക്കെ കിട്ടിക്കോളും. എന്നാൽ ഇന്നിപ്പോൾ സാംസൺ കണ്ടപ്പോഴും അവനും അങ്ങനെ പറയാം. ഓക്കെ ഞാനിതൊന്നും പറയണില്ല. നിനക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ. അതൊക്കെ പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. എന്നാൽ പിന്നെ എനിക്ക് ഇറക്കാം. എനിക്ക് നമ്മൾ കുറച്ച് അസൈൻമെന്റ്സ് ഒക്കെ ചെയ്ത് വെക്കാറുണ്ട്. നീ ഫോണിലൊന്നും അധികം കുത്തിക്കൊണ്ടിരിക്കേണ്ട, നേരത്തെ കിടക്കണേ. ഓക്കെ അമ്മ, ബൈ. ഓക്കെ കാണാം. അയ്യോ, അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. സാംസൺ പറഞ്ഞ ഫ്രൈഡേ ഈവനിങ് ആയി. മാത്യുവും സാംസണും ഡൗൺലോഡിൽ കണ്ടെത്തുകയും അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ക്ലാസ്സും കോളേജും എൻജിനീയറിംഗൊക്കെ ആയി മാത്യുവിന്റെ ക്യാനഡയിൽ 2 മാസം കഴിഞ്ഞു പോയി. അങ്ങനെ വീണ്ടും ഒരു ശനിയാഴ്ച രാവിലെ നീ ജീവനോടൊക്കെ ഉണ്ടോ? ഞങ്ങളൊക്കെ ജീവനോടുണ്ടെങ്കിൽ നീ ഒന്ന് വിളിച്ച് അന്വേഷിക്കുന്നുണ്ടോ? എൻ്റെ ഇപ്പം എല്ലാ ദിവസവും എന്തിനു വിളിച്ചിട്ടാ. ഇവിടെ പ്രത്യേകിച്ച് എനിക്കിവിടെ ഒരു വിശേഷമില്ല. ഡെയിലി കോളേജിൽ പോകും, വീട്ടിലോട്ട് വരും. അല്ലാണ്ട് എനിക്കിവിടെ ഒരു പ്രത്യേകിച്ച് ഒരു വിശേഷമില്ല. അങ്ങോട്ട് വിളിച്ചു പറയാം. ഒരു വിശേഷമില്ല അല്ലേ? പാർട്ട് ടൈം ജോലിയുടെ കാര്യം എന്തായി? അതിനെപ്പറ്റി നീ ഇതൊന്നും പറയാത്തേ? വീണ്ടും തുടങ്ങും. എപ്പോൾ വിളിച്ചാലും പാർട്ട് ടൈം പോട്ടെ. എനിക്കെന്താ പാർട്ട് ടൈം എടുത്ത് വെച്ചേക്കോളാം. അതൊക്കെ ആകുമ്പോൾ ഞാൻ വിളിച്ചു പറയാം. നീ എന്താ ഇങ്ങനെ? നിനക്ക് അറിഞ്ഞോട് എടുത്ത കാര്യങ്ങളൊക്കെ ഇന്നലെ നിന്റെ ലോണിന്റെ കാര്യത്തിന് ബാങ്കിൽ നിന്ന് വിളിച്ചേ ഉള്ളൂ. ഞാൻ എന്താ അവരോട് പറയണേ? നീ പറ. നീ എന്തിനാണ് കഷ്ടപ്പാടൊന്നും കാണാത്ത പോലെ നിൽക്കുന്നേ? അമ്മ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല. ഞാൻ ജോലിക്കൊക്കെ നോക്കുന്നുണ്ട്. ഞാൻ എന്തിനായിരിക്കും ഞാൻ അങ്ങോട്ടേക്ക് വിളിച്ച് പറഞ്ഞേക്കാം. തന്റെ കഴിഞ്ഞ 2 മാസം പെട്ടെന്ന് പോയതുപോലെ മാത്യുവിന് തോന്നി തുടങ്ങി. ഒരു ജോലി പോലും കണ്ടെത്താനാവാതെ ഇവിടെ എങ്ങനെ രക്ഷപ്പെടുന്നോർത്ത് അവൻ വിഷമിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവനെ തിരക്കി ആന്റി ബേസ്മെന്റിലേക്ക് വന്നു. ഹായ് ആൻറ്റി, ഞാനിവിടെയൊക്കെ തന്നെയുണ്ട്. അതെ ആൻറ്റി, എനിക്ക് കുറച്ച് അസൈൻമെന്റ്സ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നേ. അപ്പം അതെല്ലാം ചെയ്ത് കുറച്ചൊന്ന് തിരക്കിലായിപ്പോയി. ഇതുവരെ ഒന്നും റെഡിയായിട്ടില്ല. ഞാൻ സ്റ്റിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അത് ഇവിടെ വന്ന പിന്നെ പോയിട്ടില്ല. ഇനിയൊന്നും മിണ്ടണ്ട. ഈ ആണ്ടിക്ക് എല്ലാം മനസ്സിലായി. നാളെ നീയും ആന്റി ഹസ്ബൻഡ് എന്ന് പറഞ്ഞ ആ സാധനവും രാവിലെ 9 മണിക്ക് പള്ളി പോകണം. എന്തേലും കഴിച്ചിട്ട് നീ പോയി കിടക്കാൻ നോക്കുക. രാവിലെ പള്ളി പോകണം.
സ്റ്റുഡൻസ്. ആണോ? എനിക്ക് അവിടെ ആരെയും വലിയ പരിചയമൊന്നുമില്ല. അതിലിപ്പോൾ എന്താ, നമുക്ക് ഇന്ന് എല്ലാവരും പരിചയപ്പെടാലോ. ഗൈസ്, ഇത് മാത്യു, നമ്മുടെ SML ഫുള്ളായിട്ട് ജോയിൻ ചെയ്യുക. വെൽക്കം മാത്യു. താങ്ക് യു. മാത്യു, ഇതാ ഞാൻ പറഞ്ഞ നോക്കുന്ന കുട്ടി കാത്തറിൻ. ഹായ് കാത്തറിൻ. ഏതോ കോഴ്സ് ചെയ്യുന്നത്? ഞാനവിടെ ബിസിനസ് അഡ്മിനിസ്ട്രേഷനാണ് പഠിക്കുന്നത്. കാത്തറിൻ എന്താ ചെയ്യുന്നത്? ഞാൻ പ്രോജക്ട് മാനേജ്മെൻറ്റാണ് ചെയ്യുന്നത്. മാത്യു ഇപ്പോൾ ഫസ്റ്റ് ഇയർ ആണോ? ഞാനിപ്പോൾ ഈ ലാസ്റ്റ് ഇൻടേക്കിൽ വന്നതേ ഉള്ളൂ. അങ്ങനെ നിങ്ങൾ സംസാരിച്ച് നിൽക്കും, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഓക്കെ. നീ ഇപ്പോൾ